കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വാർത്താസമ്മേളനത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. ഇതോടെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഒറ്റഘട്ടമായാണ് തിരഞ്ഞെടുപ്പ്. കേരളത്തിൽ ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്, മെയ് 4-ന് വോട്ടെണ്ണൽ. തമിഴ്നാട് പോളിംഗ് തീയതി ഏപ്രിൽ 23, വോട്ടെണ്ണൽ തീയതി മെയ് 4. പശ്ചിമബംഗാൾ പോളിംഗ് തീയതി ഏപ്രിൽ 23, ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം ഏപ്രിൽ 29-നാണ്. വോട്ടെണ്ണൽ തീയതി മെയ് 4-ന്. അസം ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്, മെയ് 4-ന് വോട്ടെണ്ണൽ. പുതുച്ചേരിയിൽ ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ്, മെയ് 4-ന് വോട്ടെണ്ണൽ. രാജ്യത്ത് ഇലക്ട്രൽ റോളിൽ അയോഗ്യരായ വോട്ടർമാർ ആരും തന്നെ ഇല്ലെന്ന് ഉറപ്പാക്കാൻ SIR-ലൂടെ സാധിച്ചെന്ന് ഗ്യാനേഷ് കുമാർ പറഞ്ഞു. ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥരെ അദ്ദേഹം അഭിനന്ദിച്ചു. തിരഞ്ഞെടുപ്പുകൾ കൂടുതൽ സുതാര്യമാക്കാൻ വേണ്ട നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിരുന്നു SIR എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. മൊത്തം 2.1 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളാണ് ഈ 5 സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുക. സ്ത്രീകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും ഉണ്ടാകും. കേരളത്തിൽ 4.24 ലക്ഷം വോട്ടർമാരാണുള്ളത്. സംസ്ഥാനത്ത് ആകെ 30,471 പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകും. ലോകത്തിലെ ഏറ്റവും വലിയ പോളിംഗ് പ്രക്രിയയാണ് ഇന്ത്യയുടേതെന്നും ഈ പ്രക്രിയയ്ക്ക് വേണ്ടി 25 ലക്ഷം ഇലക്ഷൻ ഉദ്യോഗസ്ഥരെയാണ് 5 സംസ്ഥാനങ്ങളിലായി നിയോഗിച്ചിരിക്കുന്നതെന്നും ഗ്യാനേഷ് കുമാർ പറഞ്ഞു. EVM ബോധവൽക്കരണ പരിപാടികൾ നിരവധിയിടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഇവയിലെല്ലാം ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി. വെള്ളം, ടോയ്ലറ്റുകൾ, റാമ്പുകൾ, വീൽ ചെയറുകൾ, വളണ്ടിയർമാർ തുടങ്ങിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോളിംഗ് സ്റ്റേഷനുകൾ എല്ലായിടത്തും ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.